ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന് കേരളം മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ സംസ്ഥാനത്തിന് അഭിമാനമെന്ന് മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിഴിഞ്ഞത്ത് സ്ഥാപിക്കുന്ന കൃത്രിമ പാരികളുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സ്വകാര്യ നിക്ഷേപം വ്യവസായങ്ങൾക്കും ഗവേഷണത്തിനുമുള്ള ശുഭസൂചനയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി വൻകിട തുറമുഖ പദ്ധതികളും കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കി വരുന്നതായും പ്രധാനമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തെ ഷിപ്പിംഗ്, ജലഗതാഗത, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇവ രാജ്യത്തിന്റെ ദക്ഷിണ മേഖലയുടെ വികസനത്തിന് ഉത്തേജനം പകരുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. आज भारत शिप टर्न अराउंड टाइम में दुनिया के कई विकसित देशों से भी आगे निकल चुका है. G20 समिट के दौरान भारत ने मिडिल ईस्ट, यूरोप इकोनॉमिक कॉरिडोर के जो प्रस्ताव पर सहमति बनी, वो इसी भावना का प्रमाण है. ये कॉरिडोर विकसित भारत के निर्माण को बहुत बल देगा. इससे हमारी कोस्टल इकोनॉमी को बड़ी ताकत मिलेगी. हाल ही में मैरीटाइम अमृत काल विजन भी लॉन्च किया गया है. നാവിക ജലഗതാഗത മേഖലകളിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വ്യാപാരം സുഗമമാക്കുന്നതിനും രാജ്യത്തെ നാവികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം കുറയ്ക്കാനും സഹായിച്ചു. G20 ഉച്ചകോടിക്കിടെ ഇന്ത്യ ആവിഷ്കരിച്ച മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിത ഭാരതമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്ക്, വെല്ലിംഗ്ടൺ ഐലൻഡിലെ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. 1799 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ ഡ്രൈ ഡോക്കിൽ 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കൂറ്റൻ ചരക്ക് കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവ നിർവഹിക്കാനാകും. 970 കോടി രൂപ ചിലവിൽ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൽ ഒരേ സമയം 6 കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. പുതുവൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 1236 കോടി രൂപ ചിലവിൽ നിർമ്മിച്ചിരിക്കുന്ന LPG ടെർമിനൽ 15,400 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. BJP സർക്കാരിന്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് കാണാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ BJPയുടെ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികളും വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് BJPക്ക് മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടു. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ യാത്രയാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. ഗുരുവായൂരിൽ നടനും മുൻ MP-യുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി വിവാഹത്തിനായി എത്തിച്ചേർന്ന മറ്റ് നവദമ്പതിമാരെയും ആശീർവദിച്ചു. കൊച്ചിയിൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത 4000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കേരളത്തിനാകെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന മികച്ച പിന്തുണയുടെ ദൃഷ്ടാന്തമാണിതെന്നും അദ്ദേഹം കൊച്ചിയിൽ ഉദ്ഘാടന ചടങ്ങിൽ വ്യക്തമാക്കി. മെയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം ശ്രദ്ധയാർജിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
പ്രധാനമന്ത്രി മത്സ്യസമ്പദ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞത്ത് കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഓൺലൈനായി നിർവഹിച്ചു. 13.02 കോടി രൂപ ചിലവുള്ള പദ്ധതിക്ക് 7.8 കോടിയിലധികം രൂപ കേന്ദ്രവിഹിതമാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും ഉപജീവന മാർഗവും മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സ്വകാര്യ നിക്ഷേപം വ്യവസായങ്ങൾക്കും ഗവേഷണത്തിനും ശുഭസൂചന നൽകുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. 9ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഹരിയാനയിലെ ഫരീദാബാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ക്വാണ്ടം മിഷൻ, ദേശീയ ജിയോസ്പേഷ്യൽ നയം, ദേശീയ വിദ്യാഭ്യാസ നയം തുടങ്ങിയവ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് ഏറെ അനിവാര്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നാളെ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ മുൻ കേന്ദ്രമന്ത്രിയും പാർലമെന്റ് അംഗവുമായ പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും. രാവിലെ പുതിയപ്പ ക്ഷേത്രത്തിന് സമീപവും വൈകുന്നേരം ഈസ്റ്റ് ഹിൽ ജംഗ്ഷന് സമീപവും നടക്കുന്ന പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. കൊല്ലം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് സമാപിച്ചു. 46 ദിവസം കൊണ്ട് ഗ്രാമനഗര പ്രദേശങ്ങളിലെ 91 വേദികളിൽ പരിപാടി സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് വിവിധ പ്രദേശങ്ങളിൽ യാത്ര പുരോഗമിക്കുന്നു. $5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സഹകരണ മേഖലയുടെ സംഭാവന കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സഹകരണ സൊസൈറ്റി സെൻട്രൽ രജിസ്ട്രാറിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സൊസൈറ്റികളെ ശാക്തീകരിക്കുക, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുക എന്നിവ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്നതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര നാഗാലാൻഡിൽ പര്യടനം നടത്തി. മൊക്കോങ്ചുങ്ങിൽ ഇന്ന് നടന്ന പൊതുയോഗത്തെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തു. ഈ മാസം 14-ന് മണിപ്പൂരിൽ ആരംഭിച്ച യാത്ര മാർച്ച് 20-ന് മുംബൈയിലാണ് സമാപിക്കുന്നത്. ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലി തടവുകാർക്ക് മരുന്നുകൾ എത്തിക്കാൻ ഇസ്രായേലും ഹമാസും ധാരണയിലെത്തി. ഖത്തറാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഖത്തറിന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. ഗാസ മുനമ്പിലേക്കുള്ള മരുന്നുകളും മറ്റ് സഹായങ്ങളും ഇന്ന് ദോഹയിൽ നിന്ന് പുറപ്പെടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. നേരത്തെ 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഒളിമ്പിക് വനിതാ ഹോക്കി യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. റാഞ്ചിയിലാണ് മത്സരം. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ പ്രവേശിച്ചത്. ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ കേരളത്തിൽ നിന്ന് 200ഓളം പേർക്ക് പ്രത്യേക ക്ഷണം. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചവർ, പ്രതിരോധ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾ, ISRO ദൌത്യങ്ങളിലെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024-ന് നാളെ ഹൈദരാബാദിൽ തുടക്കമാകും. ബീഗംപേട്ട വിമാനത്താവളത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫിക്കി, വ്യോമയാന മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സുതാര്യത ഉറപ്പാക്കാൻ KSRTCയുടെ മൊത്തം നിയന്ത്രണം ഒറ്റ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അക്കൌണ്ട്സ്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറും. മന്ത്രിയോ MDയോ മാറിയാലും പൊളിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമായി KSRTCയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന് കേരളം മികച്ച പിന്തുണ നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ സംസ്ഥാനത്തിന് അഭിമാനമെന്ന് മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിഴിഞ്ഞത്ത് സ്ഥാപിക്കുന്ന കൃത്രിമ പാലുകളുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല നിർവഹിച്ചു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സ്വകാര്യ നിക്ഷേപം വ്യവസായങ്ങൾക്കും ഗവേഷണത്തിനുമുള്ള ശുഭസൂചനയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി.
ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.